നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി. 4 മണിക്കൂറോളം വൈകിയ ശേഷമാണ് വിമാനം റദ്ദാക്കിയതായി എയർ ഇന്ത്യ തന്നെ അറിയിച്ചത്. വിമാനത്തിലെ 100 യാത്രക്കാരെ മറ്റൊരു വിമാനത്തിലൂടെ ഡൽഹിയിലേക്ക് എത്തിക്കും. എന്നാൽ മറ്റ് 247 യാത്രക്കാരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. സഹിൻ ആന്റണിയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായുള്ളത്. സഹിൻ, എന്ത് കാരണത്താലാണ് വിമാനം റദ്ദ് ചെയ്തു എന്ന കാര്യം എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത്? ബാക്കിയുള്ള യാത്രക്കാരുടെ കാര്യത്തിൽ എയർ ഇന്ത്യ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കുമോ? ലാല, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി നെടുമ്പാശ്ശേരിയിൽ നിന്നും ദില്ലിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യയുടെ വിമാനമാണ് റദ്ദാക്കിയിരിക്കുന്നത്. വൈകുന്നേരം 7 മണി വരെ വിമാനം പുറപ്പെടുന്നത് സംബന്ധിച്ച് ഒരു ഉറപ്പും കമ്പനിയോ വിമാന കമ്പനി അധികൃതരോ ഒപ്പം തന്നെ വിമാനത്താവള അധികൃതരോ നൽകിയിരുന്നില്ല. ഇതേ തുടർന്ന് യാത്രക്കാർ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. ഇതോടെയാണ് വിമാനം യന്ത്ര തകരാറിനെ തുടർന്ന് റദ്ദാക്കുന്നതായി കമ്പനി അറിയിച്ചത്. ഏതായാലും 347 പേർ ഈ വിമാനത്തിലുണ്ടായിരുന്നു. ഇതിൽ 100 പേരെ മറ്റൊരു വിമാനത്തിൽ യാത്രയാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. എന്നാൽ ശേഷിക്കുന്ന 247 പേർ, അവരുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ വിമാന കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയ ഒരു സംഘം യാത്രക്കാരാണ് ഇപ്പോൾ പെരുവഴിയിലായിരിക്കുന്നത്. ലാൽ, ഈ നിലവിൽ ഈ യാത്ര ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന 247 പേർ അവരിപ്പോഴും വിമാനത്താവളത്തിൽ തന്നെ തുടരുകയാണോ? തീർച്ചയായിട്ടും ലാൽ, അവർ വിമാനത്താവളത്തിൽ തന്നെ തുടരുകയാണ്. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ വിമാന കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് നേരത്തെ തന്നെ സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് വേണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള യാതൊരുവിധ അറിയിപ്പോ വിമാന കമ്പനിയോ അല്ലെങ്കിൽ വിമാനത്താവള അധികൃതരോ നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, 347 യാത്രക്കാരുള്ളതിൽ ഈ 100 പേർ മാത്രമാണ് ഇപ്പോൾ മറ്റൊരു വിമാനത്തിൽ പോകാൻ തയ്യാറായിട്ടുള്ളത്. ശേഷിക്കുന്ന 247 പേർ, അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല. അവരിപ്പോഴും വിമാനത്താവളത്തിൽ തുടരുകയാണ്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ പറയുന്നത് അവർക്ക് മറ്റൊരു വിമാനത്തിലുള്ള യാത്ര ഒരുക്കുകയോ അല്ലെങ്കിൽ അവരെ എത്തിക്കുന്നതിന് മറ്റൊരു സജ്ജീകരണം ഒരുക്കുകയോ വേണമെന്നുള്ളതാണ്. സഹിൻ ആന്റണിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എയർ ഇന്ത്യയുടെ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകേണ്ട വിമാനമാണ് 4 മണിക്കൂറിന് ശേഷം റദ്ദാക്കി എന്ന വിവരം എയർ ഇന്ത്യ കൈമാറിയത്. എന്നാൽ കുടുങ്ങിക്കിടക്കുന്ന 247 പേരുടെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എയർ ഇന്ത്യക്ക് ഒരു തീരുമാനവും എടുക്കാൻ കഴിഞ്ഞില്ല എന്ന വിവരമാണ് സഹിൻ അറിയിക്കുന്നത്.